അസ്സലാമു അലൈക്കും. ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ബ്രെഡ് ആയിട്ട് എങ്ങനെയാണ് പക്കുവട എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ള വീഡിയോ ആയിട്ടാണ് കേട്ടോ. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഞാനിതാ ആദ്യം തന്നെ ഒരു 2 ബ്രെഡ് എടുത്തിട്ടുണ്ട്. ഇനി ഇത് ചെറിയ പീസുകളാക്കിയിട്ട് എടുക്കാം. മിക്സിയിലിട്ടിട്ട് പൊടിച്ചെടുക്കാനും പാടില്ല കേട്ടോ. ഏകദേശം നല്ല ഒന്ന് പൊടിഞ്ഞ് കിട്ടണം, അങ്ങനെയാണ് കേട്ടോ വേണ്ടത്. ഈ പരുവത്തിലാണ് നമുക്ക് വേണ്ടത്. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു വലിയ ഉള്ളി ചെറുതായി കട്ട് ചെയ്തെടുക്കാം. ഇനി ഒരു പച്ചമുളക് എടുക്കാം. ഞാനിതാ വലിയ പച്ചമുളകാണ് എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് എനിക്കിതിൻ്റെ പകുതിയെ ആവശ്യമുള്ളൂ കേട്ടോ. ചെറിയ മക്കളൊക്കെ ഉണ്ടാകുമ്പോൾ ഞാൻ ചെറുതാണ് എടുക്കൽ. ഇപ്പോൾ ചെറുതില്ലാത്തതുകൊണ്ട് ഞാൻ പകുതിയാണ് പച്ചമുളക് എടുക്കുന്നത്. നമുക്ക് എരിവിനനുസരിച്ചിട്ട് പച്ചമുളകിൻ്റെ വലിപ്പം കൂട്ടാം കേട്ടോ, അല്ലെങ്കിൽ എണ്ണം കൂട്ടാം. ഇനി ഇതിലേക്ക് വേണ്ടത് ഇഞ്ചിയാണ്. ഇഞ്ചി നമുക്ക് ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇഞ്ചി പേസ്റ്റ് അല്ല കേട്ടോ വേണ്ടത്, പക്കുവടയ്ക്ക് ചെറിയ പീസുകളായിട്ട് അരിഞ്ഞെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് കറിവേപ്പിലയാണ്. അത് ചെറുതായിട്ട് ഇങ്ങോട്ട് ഒന്ന് അരിഞ്ഞു കൊടുക്കുക. ഇനി പുതിനൻ്റെ ഇലയാണ് വേണ്ടത്. ഞാൻ ഉണ്ടാക്കിയ പുതിനൻ്റെ ഇല തന്നെയാണ് കേട്ടോ. അപ്പോൾ അതും ചെറുതായിട്ട് ഇങ്ങോട്ട് കട്ട് ചെയ്തെടുക്കാം. ഇനി ഒരു ബൗൾ എടുത്തിട്ട് നമ്മൾ പൊടിച്ച് വെച്ചിട്ടുള്ള ബ്രെഡ് ഇട്ട് കൊടുക്കുക. ഇനി നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുള്ള പച്ചമുളക്, ഇഞ്ചി, പുതിനൻ്റെ ഇല, കറിവേപ്പില ഇതെല്ലാം കൂടി അരിഞ്ഞ് വെച്ചിട്ടുള്ളതാണ് ഞാനിത്. അതിലേക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ. അതേപോലെ വലിയ ഉള്ളി നമ്മൾ അരിഞ്ഞ് വെച്ചതും അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി ഞാനിതാ ഒരു 4 സ്പൂണ് അരിപ്പൊടിയാണ് കേട്ടോ ഇടുന്നത്. ഇനി പാകത്തിന് നമുക്ക് ലേശം ഉപ്പിട്ട് കൊടുക്കണം. നമ്മൾ നേരത്തെ പച്ചമുളക് ഇട്ടിട്ടുള്ളതാണ്, അതുകൊണ്ട് എരിവിനനുസരിച്ച് നമുക്ക് മുളക് പൊടിൻ്റെ അളവ് കൂട്ടാം. ഇനി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക, ലേശം ഉപ്പിട്ട് കൊടുക്കുക കേട്ടോ. ഉപ്പ് ഓൾറെഡി ബ്രെഡിലുണ്ടാവും, അപ്പോൾ പാകത്തിന് ഉപ്പിട്ട് കൊടുക്കണം കേട്ടോ. നോക്കിയിട്ട് വേണം ഉപ്പിട്ട് കൊടുക്കാനായിട്ട്. ഇനി നമുക്ക് ലേശം സാധാ നോർമൽ വാട്ടർ തന്നെയാണ്, പച്ചവെള്ളം തന്നെയാണ് ഇട്ട് ഒന്ന് കുഴച്ചെടുക്കണം കേട്ടോ. കുറേശ്ശെ ആയിട്ട് വെള്ളം ഒഴിച്ചിട്ട് കുഴച്ചെടുക്കാം. ബ്രെഡ് ആയതുകൊണ്ട് പെട്ടെന്ന് വെള്ളം കൂടി പോവും, അതിനാണ് കുറേശ്ശായിട്ട് ഒഴിച്ച് കൊടുക്കണമെന്ന് പറയണത്. നമ്മുടെ ബ്രെഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കുഴച്ച് വെച്ചതൊക്കെ വെള്ളമൊക്കെ പാകമായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അരമണിക്കൂറിന് ശേഷം ഞാനിതൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് എണ്ണ ഒഴിച്ച് ചൂടാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് 1 സ്പൂൺ ഉപയോഗിച്ച് കുറേശ്ശെ ആയിട്ട് ഇതിലേക്ക് കോരിട്ടെടുക്കാം. ബൗൾ രൂപത്തിലാക്കേണ്ടവർക്ക് അങ്ങനെ ചെയ്യാം കേട്ടോ. സ്പൂണിന് പെട്ടെന്ന് വേറിട്ട് പോരാൻ വേണ്ടിയിട്ട് നമുക്ക് ലേശം ഓയിലൊന്നാണ്ട് തടവി കൊടുക്കാം. ഇതൊന്ന് മൂത്ത് വരുന്ന സമയത്ത് നമുക്കിതൊന്നും അങ്ങോട്ട് മറിച്ചിട്ട് കൊടുക്കണം. ഒരുപോലെ എല്ലാ ഭാഗവും ഒരുപോലെ ഒന്ന് വെന്ത് കിട്ടണം കേട്ടോ. അപ്പോൾ ഏകദേശം നമ്മുടെ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കോരി മാറ്റാം. പെട്ടെന്ന് കോരി മാറ്റണം കേട്ടോ, കരിഞ്ഞു പോകും ബ്രെഡ് ആയതുകൊണ്ട്. എണ്ണ നല്ലോണം ചൂടായതിൻ്റെ ശേഷം ഇട്ട് കൊടുക്കണം കേട്ടോ, എന്നാലത് പെട്ടെന്ന് മുരിഞ്ഞ് കിട്ടുള്ളൂ, എണ്ണ കുടിക്കാതിരിക്കുള്ളൂ കേട്ടോ. ഇനി നമുക്ക് ബാക്കിയുള്ളതും കൂടെ ഒന്ന് പൊരിച്ചെടുക്കാം.
ഞാൻ സ്പൂണുമ്മേ ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാത്തതുകൊണ്ടാണ് വേറിട്ട് കിട്ടാത്തത്. കണ്ടില്ല, സ്പൂണിൽ ഇടുന്ന സമയത്ത് കണ്ട മാവ് സ്പൂണിൽ തന്നെ ഒട്ടിപ്പിടിക്കുകയാണ്. ഒന്നങ്ങോട്ട് എണ്ണ തേച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് റെഡി ആവും കേട്ടോ. അപ്പം ഞാനിതാ ഫസ്റ്റ് ഉണ്ടാക്കിയത്, ഞാൻ തിരിഞ്ഞ് നോക്കുമ്പോൾ അതൊന്നും കാണാനില്ല, അതൊക്കെ കാലിയായിക്കണേ. ഈ ബാക്കിയുള്ളതും കൂടി ഞാൻ പൊരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ ബ്രെഡ് പക്കുവട ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമുക്ക് വൈകുന്നേരം ഈവനിങ് സ്നാക്സൊക്കെ ആക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. എന്നാൽ നല്ല എണ്ണം കുടിക്കില്ലേനും നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ തിന്നാനായിട്ട്.